ഹായ് മക്കളെ, നമ്മള് കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ, നമ്മുടെ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ വർഷവും റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരാൾക്കാരാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതേപോലെ തന്നെ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്താണെന്നും സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഹാഫ് ലൈഫ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ എല്ലാ മക്കളും ഒരു ബുക്കും പേനയൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വീഡിയോ കാണാനായിട്ട് ഇരുന്നോ. നമ്മൾ ചെയ്ത് നോക്കി ഇന്ന് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. നമ്മുടെ എക്സാമിന് ഡെറിവേഷൻ ചോദിക്കും. ഡെറിവേഷൻ ചോദിച്ചില്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട് എല്ലാവരും നല്ല സീരിയസ് ആയിട്ടൊക്കെ ഇരുന്ന് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ആദ്യം നമുക്ക് ഇന്റഗ്രേറ്റഡിൽ തുടങ്ങാം. സോ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ രണ്ട് പേരെയാണ് നോക്കുന്നത്. സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോക്കും, അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോക്കും. ആദ്യം നമുക്ക് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോക്കാം. എന്താണ് മക്കളെ സീറോ ഓർഡർ റിയാക്ഷൻ? നമുക്കറിയാലേ, ഓർഡർ സീറോ ആണെങ്കിൽ അതിനെ നമുക്ക് പറയാം സീറോ ഓർഡർ റിയാക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു റിയാക്ഷനിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന് വലിയ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് ദ റിയാക്ഷനെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവരെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻ വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. റിയാക്ടന്റ് അവിടെ എന്ത് അൽക്കുലത്ത് കാണിച്ചാലും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അവര് ബാധിക്കുന്നേ ഇല്ല. അവരെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് നോക്കാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ ആയിട്ട് ഒരു റിയാക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. റിയാക്ടന്റുകൾ പ്രൊഡക്റ്റുകളായി മാറുന്നു. അവിടെ നമുക്ക് റിയാക്ടന്റിന്റെ ടേംസിലുള്ള റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതി നോക്കാം. നമ്മൾ മുന്നേയൊക്കെ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ദ റിയാക്ഷനെ റിയാക്ടന്റിന്റെ ടേമിലും നമുക്ക് പറയാം, പ്രൊഡക്റ്റിന്റെ ടേമിലും നമുക്ക് പറയാം. ഇവിടെ നമ്മൾ റിയാക്ടൻസിന്റെ ടേമിലാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് റേറ്റ് ലോ പ്രകാരം എങ്ങനെയാണ് റേറ്റ് വരാൻ നോക്കാം. റേറ്റ് is equal to minus dr by dt which is equal to k എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്, k into r raised to 0. എന്താണ് മക്കളെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ റേറ്റ് ലോയിൽ എന്തായിരിക്കും? ഓർഡർ സീറോ ആയതുകൊണ്ട് തന്നെ ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ സീറോ ആയിരിക്കും. ഇനി നമ്മൾ മാത്സിലുള്ള കുറച്ച് ആൾക്കാർ ഇന്ന് ഇങ്ങോട്ട് കടമെടുക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് കടമെടുക്കാൻ പോകുന്ന ഒരാളാണ് എക്സ് റേസ് ടു സീറോ. എക്സ് റേസ് ടു സീറോ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി. എക്സ് റേസ് ടു സീറോന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്കിവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് പകരം പാവം നമ്മുടെ റിയാക്ടന്റ് വന്നു എന്നുള്ളൂല്ലേ. ഇവിടെ നമുക്ക് വന്നേക്കുന്ന വേരിയബിൾ ആണ് ആർ എന്ന് പറയുന്നത്. ആർ റേസ് ടു സീറോയും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു -1. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇന്റഗ്രേഷനിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പൊ ഇന്റഗ്രേഷൻ എളുപ്പമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടതും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണല്ലോ. ആറിന്റെ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ആറുള്ള ടേമിന് ഇവിടെ എടുത്തു. ബാക്കി ഈ ഡി ടിയെയും നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോകും. ഈ മൈനസ് സൈനെയും ഞാൻ എന്ത് ചെയ്യുവാണ്? ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോയി. ബാക്കി നമുക്ക് കിട്ടും റേറ്റ് എന്ന് പറയുന്നത് ഡി ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡി ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഇന്റഗ്രേഷൻ ചെയ്യുവാണ്. ഇന്റഗ്രേഷൻ ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേഷനിൽ നിന്ന് കടമെടുക്കും. ഒരാളെ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരാളാണ് ഇന്റഗ്രൽ ഓഫ് 1 dx is equal to x ആണ്. ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറയുന്നത് x ആണ്. ഇതിന് ഓർത്ത് വെച്ചോ. ഈ ഒരു ഇക്വേഷൻ മതി നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്ത് തീർക്കാനായിട്ട്. ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി ആയിരുന്നു. രണ്ട് സൈഡും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ ഒരു സൈഡിന് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറയുന്നത് x ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 ഇല്ല ഇവിടെ. അതിന് പകരം dx-ന് പകരം ഇവിടെ ആരാണ്? ഇന്റഗ്രൽ ഓഫ് ഡി ആർ ആണ്. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് ഡി ആർ എന്ന് പറയുന്നത് ആർ അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ്.
ബാക്കി നമുക്ക് കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റുകൾക്ക് പൊതുവേ നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കാറില്ല. സോ നമ്മൾ ആ മൈനസ് കെ അങ്ങനെ തന്നെ പുറത്തെടുത്തു. ബാക്കി നമ്മൾക്ക് ഡി ടി ആണുള്ളത്. ഈ ഡി ടിയെ ഇന്റഗ്രേഷൻ ചെയ്തു. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. പിന്നെ നമുക്ക് ഒരാളും കൂടെ വരും. നമ്മൾ എന്ത് ഇന്റഗ്രേഷൻ ചെയ്താലും വെറുതെ വഴിപോക്കനായിട്ട് ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അതിലുണ്ടാകും. എല്ലാ ഇന്റഗ്രേഷനിലും നമ്മൾ ആ ഇന്റഗ്രേഷൻ എഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആഡ് ചെയ്യും, ഐ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫൈനലി എന്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടി? ഇന്റഗ്രൽ ഓഫ് ഡി ആർ ആണ്. മൈനസ് കെ കോൺസ്റ്റന്റിനെ വെളിയിലെടുത്തു. ഇന്റഗ്രൽ ഓഫ് ഡി ടി ടി ആണ്. പ്ലസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഐ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു റിയാക്ഷനിൽ ഈ ഐ ഇവിടെ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഇക്വേഷനിലോട്ട് ഐ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ റെഡി ആയി. അപ്പൊ നമുക്ക് ഐ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ടൈം 0 ആയിരിക്കുമ്പോൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. R0 ആണ് നമ്മളുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സോ T0 ആയിരിക്കുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും R എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ ഇതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ R നമുക്ക് എന്തായി? R0 ആയി. മൈനസ് കെ അതേപോലെ തന്നെ T എന്ന് പറയുന്നത് 0 മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐ എന്നാണ് കിട്ടുക. ഇനി നമുക്ക് എന്താ? മൈനസ് കെ ഇൻറ്റു 0. എന്തിന്റെ ഇൻറ്റു 0 വന്നാലും അത് 0 അല്ലേ? അപ്പൊ ഇവന്മാരങ്ങ് പോയി. ഇവന്മാര് പോയി കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി? നമുക്ക് കിട്ടും ഐ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഒന്ന് ആലോചിച്ചിപ്പോ പറഞ്ഞേ. ഓക്കെ, എല്ലാരോടും ബുക്കിൽ ചെയ്ത് സെറ്റായി കിട്ടി. ഐ ഇസ് ഈക്വൽ ടു R0 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ പ്രശ്നം പരിഹരിച്ചു. ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഐ വാല്യൂവിനെ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. R is equal to minus KT into R0. ഇതാണ് മക്കളെ നമ്മളുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ, ഡെറിവേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇവിടെ വരെ എഴുതിയാൽ ശരിയാണ്. പക്ഷെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാൻ നേരത്ത് റേറ്റ് കോൺസ്റ്റന്റ് K ഒക്കെയാണ് കണ്ടുപിടിക്കാൻ പറയാറ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി Kയുടെ ടേംസിലാക്കി നോക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇവിടെ എന്തുണ്ട്? മൈനസ് KT ആണുള്ളതല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഈ R0യുടെ അടുത്തേക്ക് ഈ ആറിനെ അങ്ങ് കൊണ്ടുവരാം. മൈനസ് KT അപ്പുറത്ത് കൊണ്ടുപോയാൽ പ്ലസ് KT ആകും. പക്ഷെ നമുക്ക് K മാത്രം മതി. അപ്പൊ ടിയെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മൾട്ടിപ്ലിക്കേഷനിൽ കിടക്കുന്ന ടി ഡിവിഷനിലേക്കാവും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ മാറുന്നു. K is equal to R0 minus R divided by T. ഇതാണ് നമ്മളുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ ഒരു ഫൈനൽ രൂപം. സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. സിമ്പിൾ ആണ്. സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 ആയിരിക്കും അവരുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ചെയ്ത സെയിം സ്പീഡിൽ നമുക്ക് ചെയ്തു പോകാം. റിയാക്റ്റന്റുകൾ പ്രൊഡക്റ്റ് ആയി മാറുന്ന ഒരു റിയാക്ഷൻ നമ്മൾ എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്? നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ഇവിടെയും ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തു. റിയാക്റ്റന്റുകൾ പ്രൊഡക്റ്റ് ആയി മാറുന്നു. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ നമ്മൾ എന്ത് എഴുതി നോക്കണം? എല്ലാരും പറയുന്നുണ്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസിനെ എഴുതി നോക്കണം. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് കൺസിഡറിങ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റന്റ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ എഴുതിയത് കൊണ്ട് തന്നെ നമുക്കറിയാം റിയാക്റ്റന്റുകളുടെ എമൗണ്ട് കുറഞ്ഞാണ് വരുന്നത്. സോ നമുക്ക് റേറ്റിൽ ഒരു മൈനസ് സൈൻ ഉണ്ടാകും. ബാക്കി നമ്മളുടെ റേറ്റ് ലോ ഒക്കെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എഴുതാം റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് D into concentration of R divided by dt എന്ന് പറയുന്നത് റേറ്റ് ലോ പ്രകാരം ആരാണ്? K into concentration of R ആണ്. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് ഈ തന്നേക്കുന്നത്. റേസ് ടു എത്രയാണ് മക്കളെ? ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഇവിടെ ആരും ഇല്ലെന്നാണോ? ഇവിടെ ആരുണ്ട്? നമ്മുടെ 1 ഉണ്ട്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോ R raised to 1 ഉണ്ട്. അപ്പൊ ഇവിടെ വരെ നമ്മൾ മറ്റേതുപോലെ തന്നെ ചെയ്ത്, പക്ഷെ ഇവിടെ എത്തിയപ്പോ പ്രശ്നമായില്ലേ? നമുക്കിവിടെ 0 അല്ല. അപ്പൊ എന്തായാലും ഇക്വേഷനെ വേറെ രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ വരുന്ന ടേംസിനെ എല്ലാം ഒരുമിച്ച് നമ്മൾ ആക്കും. നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി
ഈ r വരുന്നതിനെ നമ്മൾ ഒരുമിച്ചാക്കുന്നു, ഈ ഡി ടിയെ ഇപ്പുറത്തേക്കും ആക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഡി ടിയെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, മൈനസ് സൈനെയും നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഇവിടെ നിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇക്വേഷൻ വരുന്നത് എന്താണെന്നറിയോ, ഈ മൈനസ് ഇപ്പുറം പോയില്ലേ, ബാക്കി അവിടെ ആരാ ഉള്ളത്, ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഇപ്പൊ നമുക്ക് വന്നു ചേർന്ന ആള് കോൺസെൻട്രേഷൻ ഓഫ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി. സാർ ഒന്ന് സ്ലൈഡ് കാണിച്ചോ. അടുത്തതാണ് നമുക്ക് വന്നേക്കുന്നത് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, നമ്മുടെ ഇക്വേഷൻ ദാ വന്നു. ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ ചെയ്യണം. വീണ്ടും ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ അടുത്തൊരാളെ നമ്മൾ പഠിക്കണം. ആ ആൾ ആരാണെന്ന് അറിയോ, ഇന്റഗ്രൽ ഓഫ് 1/x dx വിച്ച് ഈസ് ഈക്വൽ ടു ln x. നമ്മൾ ഇന്റഗ്രേഷനിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങ് കടമെടുത്തു. അപ്പൊ നമ്മള് ഇന്റഗ്രേഷനിൽ നിന്നും അടുത്ത ആളെ കടമെടുത്തു. ഇന്റഗ്രൽ ഓഫ് 1/x dx ഇസ് ഈക്വൽ ടു ln x. ഈ ഒരു ഫോർമാറ്റ് നോക്കിയേ, dr/r. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/r ഇൻറ്റു dr എന്ന് എഴുതിക്കൂടെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഫോർമാറ്റ് ആയില്ലേ, 1/x dx എന്നുള്ള ഫോർമാറ്റ് ആയി. 1 കോൺസെൻട്രേഷൻ ഓഫ് r ഇൻറ്റു dr എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, ln x ആണ്. ഇപ്പഴും നമുക്കറിയാം മൈനസ് കെ നമ്മൾ പുറത്തെടുത്തു, ഇന്റഗ്രേഷൻ വേണ്ട. ഡി ടിക്ക് നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് ഡി ടി എന്ന് പറയുന്നത് എന്താ, ടി ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾ അഡീഷണലി നമ്മൾ കൊടുക്കണം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഐ എ. അപ്പൊ നമുക്ക് എന്താണ് ഇന്റഗ്രേഷന്റെ റിസൾട്ട് എന്ന് നോക്കാം. ഇന്റഗ്രൽ ഓഫ് ഡി ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ 1/x dx ഫോം ആണ്. അതിന്റെ ആൻസർ ln x ആണ്. നമ്മൾ മാക്സിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പൊ നമുക്ക് കിട്ടും ln കോൺസെൻട്രേഷൻ ഓഫ് ആർ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കെ കോൺസ്റ്റന്റ് ആണ്. നമുക്കൊന്നും ചെയ്യാനില്ല, മാറ്റി അവനെ വെളിയിൽ നിർത്തി. ബാക്കി ഡി ടിക്ക് നമ്മൾ കൊടുക്കുന്നു 1 ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് ഡി ടി ടി ആണ്. ആ ടി ആണ് ഇവിടെ വന്നേക്കുന്നത് പ്ലസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി നമ്മൾ വീണ്ടും മറ്റേതിൽ ചെയ്ത പോലെ ഇവിടെയും നമ്മൾ ആരെ കണ്ടുപിടിക്കണം, ഈ ഐ എന്ന് പറയുന്ന ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഐനെ ഒഴിവാക്കി. ഐനെ ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഇനീഷ്യൽ ടൈമിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കും. ടി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ ആർ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇതിനെ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മക്കളെല്ലാം സ്പീഡിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടും ln r0 ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, മൈനസ് കെ ഇൻറ്റു 0 ഒഴിവാക്കി വിട്ടാൽ ഐ എന്ന് പറയുന്നതിന്റെ ആൻസർ നമുക്ക് കിട്ടി. എന്റെ കൂടെ കിട്ടിയവരൊക്കെ അവിടെ നിന്ന് ജിൽ സന്തോഷിക്കാം. ഐ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ln r0. ഇതാണ് നമ്മളുടെ ഇക്വേഷനിലെ ഐ എന്ന് പറയുന്നത്. ഈ ഐനെ കിട്ടിയാൽ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടത്തെ ആളിൽ ഐനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ഇക്വേഷനിലോട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ കിട്ടും. ln r ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ln r0. ഇതുവരെയുമാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. പക്ഷെ ഈ ഒരു ഫോർമാറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി നമുക്ക് കെ എന്ന് പറയുന്നതിനെ കണ്ടുപിടിക്കണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കിട്ടിയാലും നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്യാനായിട്ട് റേറ്റ് കോൺസ്റ്റന്റ് കെ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റേറ്റ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനെ നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിനെ കെ ടിനെ ഇപ്പുറത്തേക്കും ln ആറിനെ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. കെ ടി ഇപ്പുറം പോയാൽ ഈക്വൽ ടുവിന്റെ ഇപ്പുറം പോയാൽ ഇവർ എന്താകും, മൈനസ് ഉണ്ടായിരുന്നത് പ്ലസ് ആയി. ബാക്കി നമുക്കുള്ളത് ln r0, പിന്നെ നമുക്കുള്ളത് ആരാണ്, ln r. അതേപോലെ തന്നെ എടുത്ത് എഴുതി. ഇനി നമുക്ക് എഴുതാം ഈ ln r മൈനസ് ln r0 മൈനസ് r എന്ന് വന്നു. വീണ്ടും നമ്മൾ മാക്സിൽ നിന്നും അടുത്ത ആളെ കടമെടുക്കുവാണ്. ln a മൈനസ് ln b എന്ന് പറഞ്ഞാൽ ln a ബൈ ബി ആണ്. അപ്പൊ ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കയ്യില് ln r0 മൈനസ് ln r ഉണ്ട്. ln a മൈനസ് ln b ln a ബൈ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ln r0 മൈനസ് ln r എന്ന് പറഞ്ഞാൽ ln r0 ഡിവൈഡഡ് ബൈ r ആണ്. പിന്നെ നമുക്ക് ആരാണുള്ളത്, ഒരു ടിയും കൂടി ഉണ്ട്. ഈ ടീനെ നമ്മൾ ഇപ്പുറത്തെടുത്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടും k ഇസ് ഈക്വൽ ടു 1/t ഇൻറ്റു
ln R0 ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ കെയുടെ ഇക്വേഷൻ. പക്ഷെ ഇങ്ങനെ കിടന്നിട്ട് നമുക്കൊരു സുഖമില്ല, കാരണം നമുക്ക് നാച്ചുറൽ ലോഗ് എടുത്ത് പ്രോബ്ലം ചെയ്യാൻ പാടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നാച്ചുറൽ ലോഗിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യും, ലോഗരിതമിക് ടേമിലോട്ട് മാറ്റും. ഒരു ലോൺ എന്ന് പറഞ്ഞാൽ 2.303 ലോഗ് ആണ്. സോ ആ ഒരു ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഫൈനലി നമുക്ക് കിട്ടും k is equal to 2.303 by t log R0 by R. ഇതാണ് മക്കളെ നമ്മളുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ ഫൈനൽ രൂപം. ഇതോടെ കഴിഞ്ഞു നമ്മളുടെ സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. സെറ്റ് ആണ് എല്ലാ മക്കൾക്കൊന്നും ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് ഓടിച്ചാടി എങ്ങും പോകരുത്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഒന്നുകൂടെ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. സെറ്റാണോ സെറ്റാണോ സെറ്റാണോ? അപ്പൊ നമുക്കിനി അടുത്തൊരാളെ കൂടി നമ്മൾ പറഞ്ഞു, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. അതുകൂടെ എന്താന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരു റിയാക്ഷന്റെ എമൗണ്ട് പകുതിയാകാൻ എടുക്കുന്ന ടൈമാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. എന്റെ കയ്യില് 50 ഗ്രാം ഒരു റിയാക്ടന്റ് ഉണ്ട്, അതിനെ ഞാൻ 25 ഗ്രാം ആക്കി മാറ്റുവാണ്. അപ്പൊ ഇതിനു വേണ്ടി കൃത്യം പകുതിയായി മാറാൻ 50 25 മാറാൻ എടുത്ത ടൈമാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. Half life of a reaction is the time in which the concentration of the reactant is reduced to 1/2 of its initial concentration. ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ ഇത്ര എമൗണ്ട് റിയാക്ടൻസ് ഉണ്ട്, ഇത് നമ്മൾ എന്ത് ചെയ്തു, പകുതിയാക്കി മാറ്റുവാണ്. സാർ ഒന്ന് പകുതിയാക്കിക്കോ, സാർ ഇപ്പം പകുതിയാക്കും, ഇത്രയാക്കി മാറ്റി. അപ്പൊ നമ്മുടെ കയ്യില് ഇനീഷ്യലി ഉള്ള എമൗണ്ടിനെ നമ്മൾ R0 എന്ന് പറഞ്ഞു. കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറഞ്ഞാൽ അത് എന്തായി മാറാനുള്ള ടൈമാണ്, R0/2, കൃത്യം പകുതിയായി മാറാൻ എടുക്കുന്ന ടൈമാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ ഈ ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാം. സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫും സിമ്പിൾ ഡെറിവേഷൻ ആണ്. 2 മാർക്സിനാണ് ചോദിക്കുള്ളൂ. സിമ്പിളി നിങ്ങൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ സീറോ ഓർഡറിന്റെ ഇക്വേഷനും ഫൈനൽ കെ ഇക്വേഷനും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഓർഡറിന്റെ ഫൈനൽ കെ ഇക്വേഷനും പഠിച്ചു വെച്ചാൽ നമുക്ക് സീറോ ഓർഡർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ കെ എന്തായിരുന്നു, റേറ്റ് കോൺസ്റ്റന്റ് കെ എന്തായിരുന്നു, ദാ ഇവിടെ വന്നു, R0 മൈനസ് R/T ആണ് കെ എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന ടൈമാണ്. നമ്മൾ ആ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടി ഹാഫ് വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഈ ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആയിട്ടിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് വേണ്ടത്. ഇതിനെ നമ്മൾ ടി ഹാഫ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതിനെയാണ് നമുക്ക് വേണ്ടത്, കെ അല്ല നമുക്ക് വേണ്ടത്. ആർ എന്ന് പറയുന്നത് എന്തായി മാറും, ഒരു ടൈം ടി ഹാഫ് ആയി മാറുമ്പോൾ ആർ എന്ന് പറയുന്നത് R0 ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് കണ്ടീഷൻസ് നോക്കാം. ടി എന്ന് പറയുന്നത് ഹാഫ് ലൈഫിലെ ടി ഹാഫ് ആണ്. അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഇപ്പൊ എന്തായി മാറി, ഹാഫ് ആയിട്ട് മാറി, R0/2. അതിനെയാണ് ഹാഫ് R0 എന്ന് എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും K is equal to concentration of R0 minus half R0 divided by T half. ഒന്നിൽ നിന്നും പകുതി പോയാൽ എത്രയാണ് മക്കളെ, പകുതി അല്ലേ. 1 minus half എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. സോ നമുക്ക് R0 മൈനസ് ഹാഫ് R0ന്റെ ആൻസർ കിട്ടും 1/2 R0. 1/2 R0 ഡിവൈഡഡ് ബൈ ടി ഹാഫ്. അത് നമുക്ക് കെയുടെ ഇക്വേഷൻ ആണ് കിട്ടുക. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ, ടി ഹാഫിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ ടി ഹാഫിനെ ഞാൻ ഇപ്പുറവും കെനെ ഞാൻ ഇപ്പുറവും കൊടുക്കുന്നു. സോ നമുക്ക് കിട്ടും ടി ഹാഫ് ഇസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 2k. കാരണം 1/2 R0/2 എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, 1/2 R0 എന്നൊക്കെ നമുക്ക് പറയാം. സെയിം കാര്യം തന്നെയാണ് എല്ലാം. R0 ഡിവൈഡഡ് ബൈ 2k. ഇതാണ് ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരാളാണ് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമുക്ക് വേണ്ടത് ആരെയാണ്, കെ വാല്യൂ ആണ് വേണ്ടത്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0 ഡിവൈഡഡ് ബൈ R ആണ് ഹാഫ് ലൈഫിന് വേണ്ട നമ്മളുടെ കെ വാല്യൂ, റേറ്റ് കോൺസ്റ്റന്റ് കെ. ഇവിടെയും എന്ത് തന്നെയാണ്, ടി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താണ്, ഹാഫ് ലൈഫിൽ ടി എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈഫിൽ എന്താണ്,
R0/2 ആണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലോട്ട് ആളെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തു 2.303 divided by t½ log R0 divided by R0/2. രണ്ട് R0കൾ എന്തിനാണല്ലേ? വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും log 2. കാരണം ഇൻവേഴ്സിലാണ് നമുക്ക് log 1/2. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്തു? വെട്ടിക്കളയണതിന് മുന്നേ നമ്മളൊന്ന് ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി നോക്കുമല്ലേ? അപ്പൊ നമുക്ക് കിട്ടും log 2 എന്ന് കിട്ടും. ഈ t½ ഞാൻ ഇപ്പുറം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? t½ അപ്പുറവും പോയി. t½ is equal to 2. സാർ അടുത്തൊരു ഇക്വേഷൻ കാണിച്ചോ. t½ is equal to 2.303 divided by k into log 2 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ എടുത്ത് കുത്തി നോക്കിക്കേ മക്കളെ, log 2ന്റെ വാല്യൂ എത്രയാണ്? log 2ന്റെ വാല്യൂ എത്രയാണ്? log 2ന്റെ വാല്യൂ നമുക്ക് കിട്ടും 0.301 എന്നാണ് log 2ന്റെ വാല്യൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, t½ is equal to 2.303 divided by k into 0.301. ഇനി ഇതിനെ രണ്ടിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ കാൽക്കുലേറ്ററിൽ. ഫൈനലി നമുക്ക് കിട്ടും t½ is equal to 0.693 divided by k. ഇതാണ് നമ്മളുടെ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ നിരന്തരമായി ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഹാഫ് ലൈഫിന്റെ ഈ ഒരു കൊച്ചു ഡെറിവേഷനും നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്ക് ആകെ അറിയേണ്ടത് k വാല്യൂ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ച k വാല്യൂ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ ഡെറിവേഷൻ സിംപിളി ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ എല്ലാ മക്കളും ഇന്ന് ക്ലാസ് കഴിഞ്ഞ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം? ഈ 4 ഡെറിവേഷൻസിനെയും സ്വന്തമായിട്ട് ചെയ്തൊന്ന് പഠിച്ചു നോക്കുക. എവിടെയാണോ തെറ്റിപ്പോകുന്നത് അവിടെ വെച്ച് ഒന്നും കൂടെ ചെയ്ത് പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ എല്ലാവരും സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.